പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിൾസ് ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകളെന്ന് പറയുമ്പോൾ, ഒന്ന് മദറിൻ്റെ ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ. അതായത് ഹീമോഗ്ലോബിൻ ലെവൽ നോക്കുക ബ്ലഡ് കുറവാണോന്ന്, തൈറോയിഡ്, ബ്ലഡ് ഷുഗേഴ്സ്. ഇത് രണ്ടും കൂടുതൽ അൺകൺട്രോൾഡ് ആണെങ്കിൽ ബേബിക്ക് ഇഷ്യൂസ് ഉണ്ടാവാം. ഷുഗേഴ്സിൽ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാവാം. ആൻഡ് മിസ്കാരേജ് റേറ്റ് ഒക്കെ കുറച്ച് കൂടാം. ഫോർത്തിലി വൈറ്റമിൻ ഡി ലെവൽസ് കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ വാക്സിൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. റുബെല്ല വാക്സിൻ, നമ്മുടെ ഫ്ലൂ വാക്സിൻ, ഈവൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. തേർഡ്ലി നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഡോക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. കാരണം ചില സിറ്റുവേഷൻസിൽ നമുക്ക് പാർട്ട്ണറിനെയും കൂടി ചെക്ക് ചെയ്യേണ്ടി വന്നേക്കാം. കുഞ്ഞിനത് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ചിലപ്പം പറ്റിയേക്കാം. ഫോർത്തിലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ ഒന്ന് ഒരു 3 മന്ത്സ് മുമ്പെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു പ്രോപ്പർ എക്സസൈസ് റെജിമെൻ സ്റ്റാർട്ട് ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫീമെയിൽസ് പ്ലാൻ ചെയ്യുന്നതിന് ഒരു 3 മന്ത്സ് മുമ്പേ ആയിട്ട് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഉടനെ നമ്മളിങ്ങനെ ഫെർട്ടിലിറ്റി ടെസ്റ്റ്, AMH അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം അത് ഓൾറെഡി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതന്നെ ഒരു സ്ട്രെസ്ഫുൾ സിനാരിയോ ആണ്. അതിൻ്റെ കൂടെ ചിലപ്പം AMH ഒക്കെ ലോ കണ്ടു കഴിഞ്ഞാൽ അൺനെസസറി സ്ട്രെസ്സിലേക്ക് നമ്മൾ പോവും. അതിന് പ്രഗ്നൻസിയിൽ പ്ലാൻ ചെയ്യാത്തവർ, ട്രൈ ചെയ്ത് തുടങ്ങാത്തവരിൽ യാതൊരു ഇംപ്ലിക്കേഷനും ഇല്ല. അപ്പം ഫെർട്ടിലിറ്റി ടെസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 മന്ത്സ് എങ്കിലും ട്രൈ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പോയാൽ മതിയാവും.